ഹലോ മിസ് ദേവിക രാജശേഖരൻ. യെസ്, ഹു ഈസ് ദിസ്? എന്നെ ഓർമ്മയില്ലേ? അന്ന് അമ്പലത്തിൽ വെച്ച് കണ്ട വട്ട് കേസ്. ഞാനിപ്പോ ലാബിനുള്ളിലാ, പിന്നീട് നിങ്ങൾ വിളിച്ചാൽ മതി. എനിക്ക് തന്നോടൊന്ന് സംസാരിക്കണം. ഒരു 5 മിനിറ്റ് മാറ്റി വെച്ചൂടെ? ഒരു രക്ഷയും ഇല്ല. അയ്യോ, അങ്ങനൊന്നും പറയല്ലേ പ്ലീസ്. ദേവിക, why are you on the phone? കേട്ടില്ലേ, എന്റെ പ്രൊഫസർ വന്നു. ഹാവ് ടു ഗോ. ബൈ. ഓക്കേ, ഞാൻ വെക്കാം. ഓക്കേ, ഞാൻ പിന്നെ വിളിക്കാം. സോറി. ഇറ്റ്സ് ഓൾ റൈറ്റ്. എനിക്ക് എക്സാമിന് ടൈമായി. ഹാവ് ടു ഗോ. ഏയ്, എത്ര കഷ്ടപ്പെട്ടിട്ട് നമ്പർ കിട്ടിയെന്നറിയോ? ഒരു 5 മിനിറ്റ് എനിക്ക് വേണ്ടി മാറ്റി വെച്ചൂടെ? അതെ, എന്റെ അച്ഛനും അമ്മയും പഠിക്കാൻ ഇവിടെ അയച്ചത് തോന്നിയാസം നടക്കാനല്ല. അത് അത്ഭുതമായിരിക്കുന്നു. എന്നെ വീട്ടിലുള്ളവർ പഠിക്കുമൊന്നും വേണ്ട, ചീട്ടും കളിച്ച് ഇവിടെ നടന്നു പറഞ്ഞു വിട്ടിരിക്കുക. ഈ പുസ്തകത്തിന്റെ വലിപ്പം കണ്ടല്ലോ. ഇതിലുള്ളതെല്ലാം കഷ്ടപ്പെട്ട് പഠിച്ചു ഓർമ്മിച്ച് വെക്കണം. സോ പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ. ക്ലിനിക്കൽ സൈക്കോളജി. ആക്ച്വലി എനിക്കൊരു പ്രോബ്ലം ഉണ്ട്. ഒരു കൗൺസിലിംഗ് നടക്കോ? ഇതെന്താ വിവരക്കേട് പറയുന്നത്? ദേ ഇത് കേട്ടോ, ഒരു പെണ്ണിന്റെ പിറകെ ഇങ്ങനെ ചുറ്റി കറങ്ങുന്നത്, അവളുടെ ഫോൺ നമ്പർ കണ്ടുപിടിച്ച് ശല്യം ചെയ്യുന്നത്, ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഓക്കെ, ജീവിതത്തിൽ കുറച്ചെങ്കിലും മുന്നേറാൻ നോക്ക്. ഇതിലുള്ളതെല്ലാം ഞാൻ ഓർമ്മിച്ചിരിക്കണം. മറ്റുള്ളവരുടെ മനസ്സൊന്ന് മനസ്സിലാക്ക്. നന്ദി, നമസ്കാരം. Closely related to mental imagery is special thinking, the kind that we use when we want to determine a shortcut between two locations or when we mentally try to rearrange a furniture living room. Page 217 നോക്കി അങ്ങനെ കാണാൻ പറ്റും. Another means is by mental images. By consulting a mental picture, a traveler might determine the shortcuts as from a mental map. എങ്ങനെ? എന്റെ പേര് ഹരീഷ് രാമനാഥൻ. എനിക്ക് അച്ഛനും അമ്മയില്ല. ഇവിടെ അമ്മാവന്റെ കൂടെയാ താമസം. ഒരു സോഫ്റ്റ്വെയർ കമ്പനി നടത്തുക. ആദ്യം ഞാൻ ഓസ്ട്രേലിയയിലായിരുന്നു. ഇപ്പൊ 2 വർഷമായിട്ട് ഇവിടെ മലേഷ്യയില. ആൻഡ് ഓൾസോ ഞാനങ്ങനെ പെണ്ണുങ്ങളുടെ പുറകെ ഒന്നും കറങ്ങി നടന്നിട്ടില്ല. യുനോ. എങ്ങനെ? എന്ത്? അല്ല, ഒരു പ്രാവശ്യമല്ലേ നോക്കിയുള്ളൂ. അതാണോ? തനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് പറഞ്ഞേ. വാട്ട്? പറയേ. കളിക്കല്ലേ? അയ്യോ ശരി, എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കണോ? Closely related to mental imagery, randaka. What we call special thinking, randaka. Shortcut between two locations, randaka. Stop it. See, so simple. Thanks. You're welcome. ഒന്ന് നിന്നേ. നിങ്ങൾക്ക് എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അത് സാരമില്ല. എക്സാം കഴിഞ്ഞ് എന്നെ കാണാൻ വരുമ്പോ ഞാൻ പറയാം. ഞാനെപ്പോഴാ കാണാൻ വരുമെന്ന് പറഞ്ഞ? വരാൻ പറ്റില്ല? ഞാൻ ഇത്രയും വലിയൊരു ഹെൽപ്പ് ചെയ്തിട്ട് എനിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ലേ? പരീക്ഷയ്ക്ക് മുമ്പ് വേണ്ടാത്തൊന്നും ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചതാ. പക്ഷേ അയ്യോ വേണ്ട, ഞാൻ വരാം. ഓക്കെ, ഞാനിപ്പോ പറഞ്ഞു തന്ന എക്സാമിന് വരാൻ പോകുന്നത്. താൻ സൂപ്പറായിട്ട് എഴുതിയാ മതി. സോ ഓൾ ദി ബെസ്റ്റ് ആൻഡ് സീ യു ആഫ്റ്റർ ദി എക്സാം. ഓ ഓക്കെ, താങ്ക്സ്. അതേ ചോദ്യമല്ലേ ചോദിച്ചത്? സാരമില്ല, താങ്ക്സ് പറഞ്ഞാൽ മതി. എന്റെ കാലി വീണ് എന്റെ ദൈവമേ നിങ്ങളില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് ഐ ഡോണ്ട് ലൈക്ക് ഓൾ ദാറ്റ്. നോ സില്ലി ഇമോഷൻസ്. ഹേയ്, ഏതോ ഒരു ഫ്ലൂക്കിൽ നടന്നെന്ന് കരുതി വലിയ ആളാണെന്ന് ഭാവിക്കണ്ട. മിസ്റ്റർ ഹരീഷ് രാമനാഥൻ, യു ക്യാൻ ഗോ ആൻഡ് ഗെറ്റ് ലോസ്റ്റ്. അത് കൊള്ളാലോ, എന്റെ പേര് ഓർക്കുന്നുണ്ടല്ലേ. ഇപ്പൊ തന്റെ പ്രോബ്ലം എന്താടോ? പറയണമെങ്കിൽ പറയാം. ഈ എടോ പോടോ അതൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ല. ശരി പറ. പറയാം, പക്ഷേ എനിക്ക് എങ്ങനെ തുടങ്ങണമെന്ന്. കളിക്കല്ലേ? ശരി പറയാം, കേട്ടോ. തന്നെ കണ്ട അന്ന് മുതല് ഒരു സ്വപ്നം എന്നെ ശല്യപ്പെടുത്താൻ തുടങ്ങി. ചേച്ചി, അങ്ങനത്തെ സ്വപ്നമല്ല, ഇത് വേറെ. ഞാൻ രാത്രിയിൽ ഉറങ്ങുമ്പോൾ ചട്ടപ്പെട്ടാന്നൊരു ശബ്ദം കേട്ട് ഞാൻ എഴുന്നേറ്റു. കണ്ണ് തുറന്ന് നോക്കുമ്പോൾ മുമ്പിൽ 2 താലം. ഒരു താലത്തിലെ പൂവ്, മറ്റൊന്നിലെ ഈ ചന്ദനം, കുങ്കുമം അങ്ങനെയൊക്കെ. ആ 2 താലത്തിലും ഞാൻ കൈ എത്തിച്ച് പിടിക്കാൻ നോക്കുമ്പോൾ അതെന്നെ വിട്ട് അകന്ന് പോയിക്കൊണ്ടിരിക്കുക. ഞാനും ആ താലത്തിന്റെ പിന്നാലെ പോയിക്കൊണ്ടേയിരുന്നു. പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കതക്. അത് തുറന്ന് ഉള്ളിലേക്ക് പോയതും അവിടെ ഒരു പന്തൽ, ആൾക്കൂട്ടം. ഒരാളിരുന്ന് നാദസ്വരം വായിക്കുന്നു. അയാൾ എന്നെ കണ്ട ഉടനെ
എടാ ഹരീഷേ, ദേ ഇങ്ങോട്ട് നോക്കടാന്ന് പറഞ്ഞു. അത് കേട്ട് ഞാൻ നോക്കിയപ്പോ ആ സ്ഥലത്ത് നിറപറയും പൂക്കുലയും. അതിന് മുമ്പില് ഒരു തേങ്ങ ഇരിക്കുന്നു. ആ തേങ്ങയുടെ അടുത്ത് ഒരു താലി. This is so simple. നിക്ക് ഞാൻ പറയട്ടെ, മുഴുവനും കേക്ക്. ഞാൻ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ആ തേങ്ങ തന്റെ മുഖമായിട്ട് മാറിയിട്ട് എടാ ഹരീഷേ കെട്ടടാ താലി എന്ന് പറയാ. നിന്നെ ഞാൻ ശരിയാക്കൂടാ. അയ്യോ, ഇതിന് വേണ്ടിയാണോ എന്നെ 3 ദിവസം വരുത്തിച്ച? അടിക്കല്ലേ, ചുമ്മാ ഇരി. എന്റെ മുഖം തേങ്ങ പോലെയാണോ? നിന്നെ ഞാൻ വിടില്ലടാ. ആക്ച്വലി റിയലി ലൈക്ക് യു നോ, ആള് മാറിപ്പോയി മോനെ. യു നോ, വിധിയാണ് നമ്മളെ തമ്മിൽ കണ്ടുമുട്ടിച്ചെന്ന് എനിക്ക് തോന്നുന്നു. വിധിയെ വിശ്വസിക്കുന്ന ആളാ നീ. തന്നെ കണ്ടുമുട്ടുന്നവരെ ഒന്നിലും വിശ്വാസമില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അത് മാറി. ഞാൻ 1 മാസത്തിനകം ഇന്ത്യക്ക് പോകും. സോ വാട്ട്? 1 മാസത്തിനുള്ളിൽ എന്തൊക്കെ സംഭവിക്കാം? ഹരീഷ്, 3 ദിവസമായിട്ട് നീ എന്നെ കാണാൻ ആഗ്രഹിച്ച് നടക്കില്ലായിരുന്നു. എന്താ ശരിയല്ലേ? ഞാൻ അതുപോലെ ഇടയ്ക്കിടയ്ക്ക് യുനോ എന്തുകൊണ്ട് ഒരു ദിവസം 6 പ്രാവശ്യം കണ്ടുകൂടാ? എന്തിന്? ഗുഡ് ക്വസ്റ്റ്യൻ. ഉത്തരം നമുക്ക് ഒരുമിച്ച് അന്വേഷിക്കാം. ഹരീഷ്, നീ 1 മാസം എന്റെ കൂടെ കൂടി എന്നെ ഒന്ന് മനസ്സിലാക്ക്. അതിനുശേഷം എന്നെ ഇഷ്ടമായില്ലെങ്കിൽ ബൈ പറഞ്ഞ് നാട്ടിലേക്ക് വയ്ക്കും. ഒരു പ്രശ്നവുമില്ല. യാ ഹലോ, എന്റെ ഈശ്വര, ഈ കുട്ടിക്ക് നല്ല ബുദ്ധി കൊടുക്ക്. ഞാൻ നല്ലവനാണെന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. അവൾ എടുക്കുന്ന തീരുമാനം. ഹരീഷ്, സോറി. സോ 1 മാസം. യെസ്. ഈശ്വര, താങ്ക് യു.